നമുക്കിനി അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മേഖലയിൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്നുള്ളവ വാഴച്ചാലിലും തടയും. മലക്കപ്പാറ പാതയിലുള്ള പാലമാണിത്, കുമ്മാട്ടിപ്പാലം. ഏകദേശം കഴിഞ്ഞ 5-8 മാസം മുമ്പ് ഈ പാലം, പഴയ പാലം പൊളിഞ്ഞു പോയിരുന്നു. അത് പൊളിഞ്ഞു പോയപ്പോൾ താൽക്കാലികമായിട്ട് സമാന്തരമായിട്ടൊരു പാലം ഉണ്ടാക്കി ആ പാലത്തിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ഇത് പണിത സമയത്ത് തന്നെ നമുക്കറിയാമായിരുന്നു, കാരണം ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ഒരു തോടാണിത്. അന്ന് തന്നെ പറഞ്ഞിരുന്നു, വലിയ മഴയ്ക്ക് മുമ്പ് ഇത് പണിത് തീർത്തില്ലെങ്കിൽ വലിയ മഴ പെയ്താൽ ഈ പാലം ഒലിച്ചു പോകാവുന്ന രീതിയിലാണ് എന്നുള്ളത്. ശ്രീമാനം ചെയ്തു. ശ്രീത്ത്, അത് ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നൊരു നിരോധനമായി പോയോ? അതെന്തോ അങ്ങനെ? ഹാഷ്മി, ഇന്നലെ ശക്തമായ വേനൽ മഴയായിരുന്നു ഈ മേഖലയിൽ. അതിരപ്പള്ളി, മലക്കപ്പാറ മുതലായ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അവിടെയാണ് കുമ്മാട്ടി പാലം ഉള്ളത്. നേരത്തെ ആ ബൈറ്റിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു. ഒരു സമാന്തരമായ പാലം ഉണ്ടായിരുന്നു. ആ പാലവും ഇപ്പോൾ ഏതാണ്ട് ഇന്നലത്തെ ആ മഴയിൽ തകർന്ന അവസ്ഥയിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സമയം പോലും വേനൽ മഴ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വേനൽ മഴയ്ക്ക് മുൻപ് എങ്ങനെയും ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ വേനൽ മഴ ഉണ്ടായി. പൂർണ്ണമായി ആ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇരു ജില്ലാ കളക്ടർമാരും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 2 പ്രദേശങ്ങളിലേക്ക്, നമുക്കറിയാം, തമിഴ്നാട്ടിലേക്ക് പോകാനും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനും, മലക്കപ്പാറ മേഖലയിൽ നിന്ന് തമിഴ്നാട് മേഖലയിലേക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും കൃത്യമായ രീതിയിലുള്ള ഒരു വഴിയാണ് ഈ പ്രധാനപ്പെട്ട ചാലക്കുടിയിലെ ആ ഒരു അതിരപ്പള്ളി പാത. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ അടയ്ക്കുന്നത് കൊണ്ട് നിരവധി വിനോദസഞ്ചാരികൾക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഇനി വാൽപ്പാറയിൽ നിന്ന് ആ മേഖലയിലൂടെ, ആളിയാർ മേഖലയിലൂടെ മാത്രമേ തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതായത് പാലക്കാട് വഴി മാത്രമേ അവിടേക്ക് പോകാൻ കഴിയൂ. അവിടെ നിന്ന് എന്തായാലും മലക്കപ്പാറ വന്ന് അതിരപ്പള്ളി കണ്ട് വാഴച്ചാൽ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് മടങ്ങാമെന്ന് ആരും കരുതണ്ട. അവിടെ ഗതാഗത നിരോധനമാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ അധികൃതർ ഓർമ്മിപ്പിക്കുന്നത്, അവർ മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.